നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാർ എല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. പരസ്പരം സ്നേഹിക്കുകയും വേണം. എന്നാൽ ഇപ്പോൾ നിമിഷപ്രിയയുടെ കേസ് നോക്കൂ. യമനിൽ ചെന്ന് സ്വന്തമായി ഒരു ബിസിനസ് ഇടാനായിട്ട് ആ കുട്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി സ്വന്തമായി പറ്റാതെ വന്നപ്പോൾ അതിനുവേണ്ടി അവിടെ യമനിലുള്ള ഒരു പൗരനെ അവൾ കൂട്ടുപിടിച്ചു പാർട്ട്ണറായിട്ട്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, യമനികൾ പൊതുവേ അല്പം കാർക്കശ്യ സ്വഭാവമുള്ളവരാണ്. ശരീഅത്ത് നിയമം വളരെയധികം തീവ്രമായി ആചരിക്കുന്നവരും അതുപോലെ തീവ്ര മതചിന്തകളുള്ളവരും ആണ്. ഈ പറഞ്ഞ ആൾ, അതായത് നിമിഷപ്രിയയുടെ പാർട്ട്ണർ, ഇതിനു മുൻപേ തന്നെ ജയിലിൽ കിടന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് ജനങ്ങളിൽ നിന്നും അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെയുള്ള ഒരാളിനെ പാർട്ട്ണറായി ചേർത്തുകൊണ്ട് അവരൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ വരും വരായികകൾ അവർ ഓർമ്മിക്കേണ്ടതായിരുന്നു. ഇനി അതെല്ലാം പോട്ടെ, അവരെ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നു. പാസ്പോർട്ട് കളഞ്ഞുപോയി എന്ന് പറയുന്നു. പാസ്പോർട്ട് കളയുമ്പോൾ ഇന്ത്യൻ എംബസിയിൽ വേണ്ടി അവർ ചെല്ലേണ്ടത്. അതിന് പകരം അവരവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഒരാൾ പീഡനത്തിനിരയായാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ പോലീസുണ്ട്, അവരെ അറിയിക്കുക. പോലീസിനൊരു നിഷ്പക്ഷപാതമാണ്. അവർക്ക് വിദേശിയെന്നോ സ്വദേശിയെന്നോ ഇല്ല. ആർക്ക് വേണ്ടിയും അവർ നിഷ്പക്ഷമായും നിലപാടെടുക്കും. അങ്ങനെ വേണ്ടിയായിരുന്നോ അവർ ചെയ്യേണ്ടത്? അതിന് പകരം അവരെന്താണ് ചെയ്തത്? അയാളെ കൊന്നു. ഓവർഡോസ് മയക്കുമരുന്നടിച്ചിരുന്ന അയാളെ ഓവർഡോസ് അനസ്തെറ്റിക് ഏജൻറ്റ് കുത്തിവെച്ച് കൊന്നു. അയാൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ അവരും, എനിക്ക് തോന്നുന്നു ഹയാൻ എന്ന് മറ്റു പറയുന്ന ഒരു സ്ത്രീയും കൂടി ചേർന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അയാളുടെ ശരീരം മുറിച്ചു. ഇതിനൊക്കെ വല്ലാത്ത ധൈര്യം വേണം കേട്ടോ. മെഡിക്കൽ നോളജ് ആയിരിക്കും അവർക്ക് ആ ധൈര്യം നൽകിയത്. ഇതൊക്കെ പോട്ടെ, അവരെ ശിക്ഷിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉള്ളത്, അവർ ആ ശവശരീരത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു ജലസംഭരണിയിലാണ് നിക്ഷേപിച്ചത്. നോക്കൂ, ആ ജലസംഭരണിയിൽ നിന്നും വരുന്ന ജലമാണ് അവിടുത്തെ ജനങ്ങൾ കുടിക്കുന്നത്. ഒരു ശവശരീരം ചീഞ്ഞഴുകിയാൽ അതിൽ മുഴുവൻ ബാക്ടീരിയ ആയിരിക്കും അല്ലേ? ഈ ബാക്ടീരിയ ഉള്ള വെള്ളം കുടിച്ച് അവിടുത്തെ കുട്ടികളും വയസ്സായ ജനങ്ങളും അതുപോലെ തന്നെ മറ്റു ജനങ്ങളും കൂട്ടത്തോടെ മരിച്ചു വീണിരുന്നെങ്കിൽ അതെത്ര വലിയ പാതകമായിരുന്നു. അങ്ങനൊരു ചാൻസ് ഇല്ലേ? അത് മഹാപാതകമല്ലേ? കുടിവെള്ള സംഭരണിയിൽ ശവശരീരത്തിൻ്റെ കഷ്ണങ്ങളിടുക, ചീഞ്ഞലിഞ്ഞ്, നമുക്കറിയാം ഒരു എലി ചീഞ്ഞ് പോവുകയാണെങ്കിൽ അതഴുകി അവിടെ നാറ്റം വരുന്നത്. അങ്ങനെ ജലത്തിന് വല്ലാത്ത ടേസ്റ്റും മണവും വന്നപ്പോഴാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞതും അത് നോക്കിയതും. എന്തൊരു ദുരന്തം, എന്തൊരു മഹാപാപമാണ് അവർ ചെയ്തത്. എനിക്കൊരിക്കലും അങ്ങനെ ഒരു മഹാപാപം ചെയ്ത സ്ത്രീക്ക് വേണ്ടി നമ്മൾ ഇടപെടണം, അല്ലെങ്കിൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിനോട് ഒരു ന്യായമുണ്ട് എന്ന് തോന്നുന്നില്ല. വേറെ എല്ലാം ക്ഷമിക്കാം, പക്ഷേ മൃതദേഹത്തിനോട് കാണിച്ച അനാദരവും അതും ക്ഷമിച്ചാൽ തന്നെയും ആ മൃതദേഹ കഷ്ണങ്ങൾ ആ ജലസംഭരണിയിൽ ഇട്ട് ആ ജലം ജനങ്ങളെ കൊണ്ട് കുടിപ്പിച്ചതും അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്നതല്ല. ഇരുലോകത്തിലും പരലോകത്തിലും ഒരിക്കലും ശാന്തി കിട്ടാത്ത ഒരു കാര്യമായിപ്പോയി അവർ ചെയ്തത്. അതിനവർ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള ശിക്ഷ എന്താണെങ്കിലും അവരനുഭവിക്കട്ടെ. അതിൽ നിന്ന് നമ്മൾ അവരെ പിടിച്ചു മാറ്റാൻ പോവുകയാണെങ്കിൽ ആ പാപത്തിൽ നമ്മളും പങ്കാളികളാകും. അത് വേണോ? നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കൂ. മതമോ ജാതിയോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ഇവിടെ മനുഷ്യാത്മാക്കൾ, അത് ഏത് രാജ്യക്കാരോ ആകട്ടെ, പാകിസ്ഥാനികളോ അതോ യമനികളോ അല്ലെങ്കിൽ അറേബ്യയിലുള്ളവരോ ആരോ ആവട്ടെ, അമേരിക്കക്കാരോ ആരോ ആവട്ടെ, ഒരു രാജ്യത്ത് ചെന്ന്, വിദേശ രാജ്യത്ത് ചെന്ന് അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചില്ലേ? അവർക്ക് അസുഖം വരുത്താൻ. വല്ലാത്ത ബാക്ടീരിയകളൊക്കെ അതിൽ വളർന്നിരുന്നുവെങ്കിൽ എത്രയോ പേർ മരിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾ മരിച്ചു വിടുന്നതെന്ന് ഓർത്തു നോക്കൂ. യുദ്ധത്തിലല്ല, അവിടെ തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധത്തിലല്ല കുട്ടികളും മറ്റും മരിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഇച്ഛ, അവരുടെ പകപോക്കൽ കാരണമാണ്
അവിടെ ആൾക്കാർ മരിക്കേണ്ടിയിരുന്നത്. അത് നിങ്ങൾ ഓർക്കുക. നമ്മുടെ രാജ്യത്താണ് സംഭവിച്ചിരുന്നെങ്കിലോ? അതൊന്ന് ഓർത്ത് വെക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവർ ചെയ്ത പാതകത്തിൻ്റെ ആഴം എത്രയാണെന്ന്. ഒരിക്കലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രവാസികളാണെങ്കിലും നിമിഷപ്രിയയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ന്യായമുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് പീഡനം വന്നാലും എന്തൊക്കെ അതിജീവനങ്ങൾ വേണ്ടി വന്നാലും അവിടെ നിയമങ്ങളുണ്ട്. നിയമം അനുസരിച്ച് അവർ ചെയ്യണമായിരുന്നു. ഇന്ത്യൻ എംബസിയെ അവർ സമീപിക്കണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഇങ്ങനെയൊക്കെ കാണിച്ച ഒരു സ്ത്രീക്ക് നമുക്ക് നീതി പരിരക്ഷ കിട്ടുന്നതിന് വേണ്ടി വേണ്ടത്ര പണം കൊടുക്കുക, എത്രയോ കോടി കൊടുക്കണം എന്ന് പറയുന്നു. അത് കൊടുത്ത് അവരെ രക്ഷിക്കുക, മരണത്തിൽ നിന്ന് രക്ഷിക്കുക. അവരുടെ ഉള്ളിലുള്ള ആ ആസുര സ്വഭാവം, ആ രാക്ഷസീയമായ സ്വഭാവം മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർ ഒരിക്കലും വേറൊരു രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തും കാണിക്കാമെങ്കിൽ ഇതിനേക്കാൾ പല രീതിയിൽ എന്തെല്ലാമുണ്ട്, അതൊക്കെ ചെയ്തുകൂടായിരുന്നോ? അതല്ലേ ഇതിനേക്കാളും വളരെ നല്ലത്. ഇങ്ങനെ ഒരു കൂട്ടം ജനങ്ങളെ ഭക്ഷ്യവിഷയിപ്പിക്കാൻ, ജലത്തിലൂടെ ഉള്ള പകരുന്ന അസുഖങ്ങളിൽ കൊണ്ടെത്തിക്കാൻ അവർ ശ്രമിക്കണമായിരുന്നു. ആ ഒരു കുറ്റത്തിന് ദൈവം പോലും അവർക്ക് മാപ്പ് കൊടുക്കില്ല. ദൈവം മാപ്പ് കൊടുക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ പ്രപഞ്ചം മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു ദുഷ്കൃത്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് മുറവിളി കൂട്ടുന്നത്? നിമിഷപ്രിയ ചെയ്ത ആ കൊടും ക്രൂരത, അതിൻ്റെ ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവും. ഇനി മരണപ്പെട്ട ആളിൻ്റെ ബന്ധുക്കൾ അവർ നിശ്ചയിക്കട്ടെ ഇതിൽ എന്താണ് നടപടിയെടുക്കേണ്ടതെന്ന്. കോടതി നിശ്ചയിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല കോടതി ഒരിക്കലും ഈ ഒരു കുറ്റത്തിന് അവരെ വെറുതെ വിടുമെന്ന്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതീവ ദയനീയമാണ്. പശ്ചാത്തപിക്കുന്നുണ്ടാവാം ചെയ്തതിനൊക്കെ. പക്ഷേ ഓരോ രാജ്യങ്ങളിലും, വിദേശ രാജ്യങ്ങളിലും ചെല്ലുന്ന ഓരോ പൗരന്മാരും അതുപോലെ സ്ത്രീകളും ആലോചിക്കേണ്ട കാര്യമാണ് ആ രാജ്യത്തെ നിയമങ്ങൾ ആദരിക്കുക. വളരെ നന്മയോടുകൂടി, അതായത് അതിനനുസരിച്ച് മാത്രം പെരുമാറുക. മറ്റുള്ളവരെ ഉപദ്രവിച്ചും ഇല്ലെങ്കിൽ വല്ല കെണികളിലും പെട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി കൂട്ടുകെട്ടി കള്ളക്കൂട്ടുകെട്ട് നടത്തി കള്ളക്കച്ചവടം ചെയ്യാതിരിക്കുക. അതിൽ പീഡനങ്ങളും മറ്റും വന്നു ചേരാൻ എളുപ്പമാണ്. അപ്പോൾ ആ രാജ്യത്തെ നിയമത്തിന് നിങ്ങളും അടിമയാകും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ പീഡനം അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അനീതിക്കിരയായാൽ ആ അനീതിക്കിരയാകുന്ന ആളിനെ കൊല്ലുകയല്ല വേണ്ടത്. അവിടുത്തെ നിയമവ്യവസ്ഥയെ നിങ്ങൾ സമീപിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിമിഷപ്രിയ കുറ്റവാളിയായതുകൊണ്ടാണ് അവർ സമീപിക്കാത്തത്. അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കൂ, ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്ക് മാപ്പുണ്ടോ എന്ന്.